നമുക്ക് പഠിക്കേണ്ടത് കേരള ചരിത്രത്തിലെ കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പിൽ ഏറ്റവും പ്രധാനം തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് ഏറ്റവും ഉയർന്നു വന്ന ഒരു പ്രതിഷേധം, ഒരു വിളംബരമാണ് ഏതാ? കുണ്ടറ വിളംബരമാണ്. പഠിക്കുന്ന ക്ലാസ്സിൽ തുടങ്ങാം. പഠിക്കേണ്ടത് കുണ്ടറ വിളംബരം. അത്യാവശ്യം ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാം കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം വർഷം എല്ലായ്പ്പോഴും ചോദിക്കാം. 1809 വർഷം മൈൻഡിലാക്കിയിടാം. 1809 ദിനം കൂടി പഠിച്ചു വയ്ക്കാം. ജനുവരി 11. ജനുവരി 11 കുണ്ടറ വിളംബരം 1809 ജനുവരി 11. അതുകൊണ്ട് തന്നെ കുണ്ടറ വിളംബര ദിനം എന്ന് ചോദിച്ചാലും തന്നെയാണ് ജനുവരി 11. അപ്പോൾ വർഷം ഉൾപ്പെടെ പഠിക്കാം. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കുണ്ടറ വിളംബര ദിനം ജനുവരി 11. ക്ലിയർ ആവില്ലേ? അപ്പം ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച ഒരു വിളംബരം ചരിത്രത്തിൽ ഏത് പേരറിയപ്പെടുന്നു? കുണ്ടറ വിളംബരം. ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ഏത് പേരറിയപ്പെടുന്നു? കുണ്ടറ വിളംബരം. പുറപ്പെടുവിച്ച വ്യക്തിത്വം ആരാണ്? വേലുത്തമ്പി ദളവയാണ്. പുറപ്പെടുവിച്ച വ്യക്തി ആരാണ്? വേലുത്തമ്പി ദളവ. ചോദിച്ചിട്ടുണ്ട്, LGS മേഖലയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് കുണ്ടറ വിളംബരം? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ആണ്. ആൻസർ ആരാണ്? വേലുത്തമ്പി ദളവ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. എന്താണ് കുണ്ടറ വിളംബരം? ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കേണ്ട കാര്യമില്ലെന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 പുറപ്പെടുവിച്ച ഒരു വിളംബരമാണ് ആൻസർ കുണ്ടറ വിളംബരം എന്ന പേരിൽ. പണ്ട് കാലത്ത് മെയിൻ ആയിട്ട് നടന്നതാണ് നാടുവാഴികൾ, ദിവാൻമാരെന്നാണ് തുടങ്ങി പ്രമാണിമാര് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് വിളംബരങ്ങൾ, പ്രസംഗങ്ങൾ, ചരിത്ര പ്രാധാന്യം, ജാഥകൾ. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയാണതാണ് ജനങ്ങളിൽ പ്രീതി പറ്റുന്നത്. ജനങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒന്നും പ്രചാരത്തില്ല. അതുകൊണ്ട് പണ്ട് കാലത്താണ് അങ്ങനെ ബ്രിട്ടീഷുകാരെ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് ആഹ്വാനം ചെയ്ത ഒരു വിളംബരമാണ്, ഒരു ആഹ്വാനമാണ് ഏത് പേരറിയപ്പെടുന്നത്? കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നു. പുറപ്പെടുവിച്ച വ്യക്തി വേലുത്തമ്പി ദളവ. വർഷം 1809 ജനുവരി 11. ഇനി ഓർക്കാം, വിളംബരത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ലയാണ്. വിളംബരത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ല. ഇനി ഓർക്കാം, വിളംബരത്തിന് വേദിയായ ക്ഷേത്ര അങ്കണമേത്? ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ആൻസർ ഏതാണ്? ആൻസർ ഇളമ്പള്ളൂർ. ആൻസർ ഇളമ്പള്ളൂർ ക്ഷേത്രം. ആൻസർ ഇളമ്പള്ളൂർ ക്ഷേത്ര അങ്കണം. ഇളമ്പള്ളൂർ ക്ഷേത്രം എവിടെയാണ്? കുണ്ടറ എന്ന കാര്യം കൂടിയും ഓർമ്മ. കുണ്ടറ വേദിയായ ജില്ല കൊല്ലം ജില്ല. പുറപ്പെടുവിച്ച ക്ഷേത്രാങ്കണം ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. ഇളമ്പള്ളൂർ ക്ഷേത്രമാണെങ്കിൽ കുണ്ടറയാണ്. ആ സ്ഥലത്ത് വച്ച് പുറപ്പെടുവിച്ചത് കൊണ്ടാണ് ഈ വിളംബരം ഏത് പേരറിയപ്പെടുന്നത്? കുണ്ടറ. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഏതാ? കുണ്ടറ. ആ സ്ഥലത്ത് വെച്ച് പുറപ്പെടുവിച്ചത് കൊണ്ടാണ് ഈ വിളംബരം ആ സ്ഥലത്തിൽ പേരിൽ അറിയപ്പെടുന്നു. പണ്ട് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വിളംബരം നടത്തിയ ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഏതെങ്കിലും ഒരു പ്രസംഗം നടത്തിയാൽ ആ സ്ഥലത്ത് കോടഞ്ചേരി, പത്തനംതിട്ട ജില്ലയിലെ കോടഞ്ചേരി എന്ന ഗ്രാമത്തിൽ വെച്ച് C. കേശവൻ നടത്തിയ പ്രസംഗമാണ് ഏതാ? കോടഞ്ചേരി. ആ സ്ഥലത്ത് വെച്ച് നടത്തിയത് കൊണ്ട് ആ പ്രസംഗം ഏത് പേരിൽ അറിയപ്പെട്ടു? കോടഞ്ചേരി. അതുകൊണ്ട് തന്നെ ഈ വിളംബരം എവിടെ വെച്ച് പുറപ്പെടുവിച്ചു? കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ചു. അതുകൊണ്ട് ഈ വിളംബരം ഏത് പേരിൽ അറിയപ്പെടുന്നു? കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ? ഇനി ഓർക്കാം, കുണ്ടറ വിളംബര സമയത്തെ, കുണ്ടറ വിളംബരത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ അരങ്ങേറിയ കലാപം. ആൻസർ കൊല്ലം യുദ്ധമാണ്. ആൻസർ കൊല്ലം യുദ്ധം. കുണ്ടറ വിളംബരത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ അരങ്ങേറിയ കലാപം ഏത്? ആൻസർ കൊല്ലം യുദ്ധമാണ്. കൊല്ലം യുദ്ധം 1809 ജനുവരി 15. കൊല്ലം യുദ്ധം നടന്ന വർഷം 1809 ജനുവരി 15. ഇപ്പൊ കുണ്ടറ വിളംബരത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ അരങ്ങേറിയ കലാപം കൊല്ലം യുദ്ധമാണ്. 1809 ജനുവരി 15. ചോദിക്കാം, കൊല്ലം യുദ്ധം കേരള ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കുണ്ടറ വിളംബരം. തിരിയാതെ പഠിക്കേണ്ടത് കൊല്ലംപുഴ കേരള ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊല്ലംപുഴയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം. ആൻസർ ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കൊല്ലംപുഴ ആറ്റിങ്ങൽ. നമുക്കറിയാം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏതാ? ആറ്റിങ്ങൽ കലാപം. വർഷം കൂടി ഓർമ്മയിലിട്ട് വയ്ക്കാം. 1721 ഏപ്രിൽ 15. ആദ്യം വർഷമൊക്കെ ചോദിക്കുന്നത് ഇപ്പം ഡേറ്റ് ഉൾപ്പെടെ പ്രീവിയസ് ആയിട്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഡേറ്റ് കൂടി ഓർമ്മിക്കാം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കൊല്ലംപുഴ കേരള ചരിത്രത്തിൽ ആറ്റിങ്ങൽ
ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ കൊല്ലം യുദ്ധം കേരള ചരിത്രത്തിലെ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടു. ഇനി പഠിക്കേണ്ടത് കുണ്ടറ വിളംബരത്തിന്റെ മുദ്രാവാക്യം. മുദ്രാവാക്യം എപ്പോഴും PS കാതലായിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇപ്പോഴും പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിക്കും. മെയിനായിട്ട് കേരള ചരിത്രത്തിൽ ഒട്ടനവധി കലാപങ്ങൾ എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാല ചെറുത്തിൽ എന്ന് പറഞ്ഞതാണ്. ഒട്ടനവധി കലാപങ്ങൾ അരങ്ങിയത് കൊണ്ട് തന്നെ മുദ്രാവാക്യങ്ങൾ എല്ലാത്തിനും ഉണ്ട്. അതെന്നാണ് ഏതെങ്കിലും ഒരു കലാപത്തോടെ നടന്ന ജനങ്ങളാണ് നേതാക്കൾ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതാണ് ഇത് പേരറിയപ്പെടുന്നത് മുദ്രാവാക്യങ്ങൾ എന്ന പേരിലൊക്കെ ജനകീയമായിട്ട് നടന്നു. കുണ്ടറ വിളംബരത്തിന്റെ മുദ്രാവാക്യം എന്താണ്? നാട് നാട്ടാർ ഭരിക്കും, നാട് നാട്ടിലുള്ളവർ ഭരിക്കും. ഇപ്പം കുണ്ടറ വിളംബരം മുദ്രാവാക്യം ഒന്നുകൂടി പറയാം, നാട് നാട്ടാർ ഭരിക്കും. അവിടെ കണക്ടിങ് ആയിട്ട് ഒരു 5 മുദ്രാവാക്യം ഇതിന്റെ കൂട്ടത്തൊന്ന് പഠിച്ചിരിക്കാം. കുണ്ടറ വിളംബരം മുദ്രാവാക്യം എല്ലാവരും പറഞ്ഞേ, നാട് നാട്ടാർ ഭരിക്കും, വർഷം 1809. അടുത്ത മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അടുത്ത മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഏതിന്റെ മുദ്രാവാക്യമാണ്? കുറിച്യർ കലാപം, വർഷം 1812. കുറിച്യർ കലാപം വർഷം ഏതാണ്? 1812. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അടുത്ത മുദ്രാവാക്യം പ്രധാനമാണ്, മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ, വർഷം 1891. 3 മുദ്രാവാക്യവും പ്രീവിയസ് ആയിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. കുണ്ടറ വിളംബരം നാട് നാട്ടാർ ഭരിക്കും, കുണ്ടറ വിളംബരം വർഷം 1809. അടുത്ത മുദ്രാവാക്യം പഠിച്ചത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറിച്യർ കലാപം വർഷം 1812. അടുത്ത മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വർഷം 1891. സൈമൺ കമ്മീഷനെതിരെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? സൈമൺ കമ്മീഷനെതിരെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം പ്രീവിയസ് ആണ് 1928. സൈമൺ കമ്മീഷനെതിരെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക് ആണ്. ആ മുദ്രാവാക്യത്തിന്റെ ശില്പി യൂസഫ് മെഹർ അലി. യൂസഫ് മെഹർ അലി പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന പദപ്രയോഗം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേര് യൂസഫ് മെഹർ അലി. അപ്പൊ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം 1928. സൈമൺ കമ്മീഷനെ കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം എന്ന കാര്യം കൂടി ഓർക്കാം. അടുത്ത പഠിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ഏതാ? ക്വിറ്റ് ഇന്ത്യ സമരം. വർഷം പ്രധാനമാണ് 1942. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോവുക. മുദ്രാവാക്യം തന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം വിഭജിക്കുക നാട് വിടുക. മുദ്രാവാക്യം എന്താണ്? വിഭജിക്കുക നാട്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം വർഷം 1942. അടുത്ത പഠിക്കാം. പുന്നപ്ര വയലാർ സമരം. വർഷം പ്രധാനമാണ് 1946. പുന്നപ്ര വയലാർ സമരം വർഷം 1946. പുന്നപ്ര വയലാർ സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? അടുത്ത മുദ്രാവാക്യം ഒരണ സമരമാണ്. ഒരണ സമരം നടന്ന വർഷം 1957. മുദ്രാവാക്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കാം. ഒരണ സമരം വർഷം ഏതാണ്? 1957. മുദ്രാവാക്യം അതിൽ തന്നെ ഉണ്ട്. 57 രാവുകളിൽ ആലപ്പുഴയുടെ വിരിമാറിൽ. 57 രാവുകളിൽ ആലപ്പുഴയുടെ വിരിമാറിൽ ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം KSU. പ്രസ്ഥാനം KSU അതായിരുന്നു. അതാണ് 57 രാവുകളിൽ ആലപ്പുഴയുടെ വിരിമാറിൽ ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം KSU, കേരള സ്റ്റുഡൻസ് യൂണിയൻ. കേരള സ്റ്റുഡൻസ് ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അതിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഒരു സമരമാണ് ഏതാ? ഒരണ സമരം. വർഷം ഏതാണ്? 57. മുദ്രാവാക്യം പഠിച്ച എല്ലാം അതിൽ തന്നെയുണ്ട്. ഒരണ സമരം നടന്ന വർഷം 57. 1957 രാവുകളിൽ ആലപ്പുഴയുടെ വിരിമാറിൽ. ഒരണ സമരത്തിന് വേദിയായ ജില്ല ആലപ്പുഴ ജില്ല. ആലപ്പുഴയുടെ വിരിമാറിൽ ആന്റണി വയലാർ ഉമ്മൻചാണ്ടി. ഒരണ സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കൾ ആരൊക്കെ? AK ആന്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി എന്ന കാര്യം കൂടിയും അവിടെയും പ്രീവിയസ് അറിയുന്നുണ്ട്. ഒരണ സമരത്തിലൂടെ അല്ലെങ്കിൽ KSU എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയ പ്രവേശനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ്. ആൻസർ AK ആന്റണിയാണ്. ഓപ്ഷനിൽ തന്നെ ഉമ്മൻചാണ്ടി ഉണ്ടായിരിക്കും. ഓപ്ഷനിൽ തന്നെ ആര് കാണും? ഉമ്മൻചാണ്ടി ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ഓർക്കാം. KSU എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ രാഷ്ട്രീയ പ്രവേശനം
പ്രവേശനം. കേരളത്തിന് മുഖ്യമന്ത്രിയാകുകയും ചെയ്ത രണ്ടാമത്തെ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ ക്ലിയർ ആവും. ഒരെണ്ണ സമരം നേതൃത്വം നൽകിയ വിദ്യാർത്ഥി സംഘടന KSU ആണ്. KSU കേരള സ്റ്റുഡൻസ് യൂണിയൻ. ക്ലിയർ ആവുകയെ. ഇപ്പം KSU സ്ഥാപിതമായ വർഷം എന്ന് ചോദിച്ചാലും 1987. KSU സ്ഥാപിതമായ സ്ഥലം ചോദിച്ചാൽ ആലപ്പുഴ. KSUവിന്റെ സ്ഥാപക നേതാക്കൾ ആന്റണി, വയലാർ, ഉമ്മൻചാണ്ടി. ക്ലിയർ ആവും. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭിക്കാൻ കാരണമായ സമരം ഏത്? ഒരെണ്ണ സമരം. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ലഭിക്കാൻ കാരണമായ, വിദ്യാർത്ഥികൾ ബാക്കിയുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കാൻ, കൺസെഷൻ ലഭിക്കാൻ കാരണമായ സമരം ഒരെണ്ണ സമരം. വർഷം 57. മുദ്രാവാക്യം ഒന്നുകൂടി പറയാം. 57 രാവുകളിൽ ആലപ്പുഴയുടെ വിരിമാറിൽ ആന്റണി, വയലാർ, ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം KSU. അടുത്ത സമരം അടുത്ത കാലത്ത് വിമോചന സമരം. വിമോചന സമരം. ഒന്നാം കേരള മന്ത്രിസഭ, ഒന്നാം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ മെയിനായിട്ടും കോൺഗ്രസ് നടത്തിയ സമരമായിരുന്നു ഏതാ? വിമോചന സമരം. വർഷം 1959 ആണ്. 1959. അതുകൊണ്ട് വിമോചന സമരം മുദ്രാവാക്യം ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർമ്മയും കുറച്ച് ലെന്തായിട്ടുള്ള മുദ്രാവാക്യമാണ്. തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്ന ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. കേരള ചരിത്രത്തിലെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇങ്ങനെയായിരുന്നു ചോദ്യം. ആൻസർ ഏതാ? വിമോചന സമരം. വർഷം 1959. മുദ്രാവാക്യം കൃത്യമായിട്ട് ഒന്നുകൂടി പറയാം. തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്ന ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. അതായത് വിമോചന സമരകാലത്ത് EMSന്റെ പോലീസ് തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് പേര് വെടിവെപ്പിൽ മരണപ്പെട്ടു. തുറ പ്രദേശങ്ങൾ, പൂന്തുറ, കൊച്ചുതുറ, വലിയതുറ, അടിമലത്തുറ, ഇങ്ങനെ തുറ പ്രദേശങ്ങളിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. അതിൽ വലിയതുറ എന്ന സ്ഥലത്ത് പൂർണ്ണ ഗർഭിണിയായ ഫ്ലോറി എന്ന വനിതയും പോലീസിന്റെ വെടിവെപ്പിൽ മരണപ്പെട്ടു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാമുദായിക നേതാവായ മന്നത്ത് പത്മനാഭൻ അങ്കമാലി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഒരു ജാഥ നയിച്ചു. ജാഥ ജീവശിഖ യാത്ര. ജീവശിഖ യാത്ര. ആ ജാഥയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിധ്വനിച്ച മുദ്രാവാക്യമായിരുന്നു തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്ന ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. വിമോചന സമരവുമായി ബന്ധപ്പെടുന്നു. വർഷം ഏതാണ്? 1959. ക്ലിയർ ആവും. പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഒട്ടുമിക്കതും പ്രീവിയസ് ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒന്ന് പറയാം. കുണ്ടറ വിളംബരം മുദ്രാവാക്യം നാട് നാട്ടാർ ഭരിക്കും. കുണ്ടറ വിളംബരം വർഷം 1840. വർഷം കൂടി പഠിച്ചു വയ്ക്കാം. രണ്ടാമത് പഠിച്ചു കുറിച്യർ കലാപം മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വർഷം 1812. അടുത്ത് പഠിച്ചത് മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയൽ വർഷം 1891. അടുത്ത് പഠിച്ചത് സൈമൺ കമ്മീഷനെതിരെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം 1928 ആണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള മുദ്രാവാക്യം ശില്പി യൂസഫ് മെഹർ അലി. പേര് യൂസഫ് മെഹർ അലി. സൈമൺ ഗോ ബാക്ക്, ക്വിറ്റ് ഇന്ത്യ എന്ന പദപ്രയോഗം മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേര് യൂസഫ് മെഹർ അലി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം വിഭജിക്കുക നാട് വിടുക. വിഭജിക്കുക നാട് വിടുക എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഒരെണ്ണ സമരത്തിന്റെ മുദ്രാവാക്യം 57 രാവുകളിൽ ആലപ്പുഴയുടെ വിരിമാറിൽ ആന്റണി, വയലാർ, ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം KSU. ഒരെണ്ണ സമരം നടന്ന വർഷം 1957. ആ മുദ്രാവാക്യം തന്നെ എല്ലാ പോയിന്റുകളും കൊണ്ട് കൃത്യമായിട്ടൊന്ന് പഠിക്കുമെന്ന് ഓർമ്മയിട്ട് വെച്ചാൽ മതി. അവസാനമായിട്ട് പറഞ്ഞു വിമോചന സമരം. തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്ന ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സർക്കാരെ പകരം ഞങ്ങൾ ചോദിക്കും. കേരള ചരിത്രത്തിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിമോചന സമരം. വർഷം 1959. അത്രയും മുദ്രാവാക്യം കൃത്യമായിട്ടൊന്ന് പ്രീവിയസിലുണ്ട്. കുണ്ടറ വിളംബരം ചോദിച്ചിട്ടുണ്ട്. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം പ്രീവിയസ്. മലയാളി മെമ്മോറിയൽ, സൈമൺ കമ്മീഷൻ, ക്വിറ്റ് ഇന്ത്യ സമരം, പുന്നപ്ര വയലാർ സമരം, വിമോചന സമരം. ചോദിക്കാത്തത് ഒരെണ്ണ സമരം മാത്രമാണ് ചോദ്യം. അത് ക്ലിയർ ആവും. ബാക്കി എല്ലാ മുദ്രാവാക്യം പറഞ്ഞത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടൊന്ന് ഓർമ്മയിട്ട് ഒരു 6-7 മുദ്രാവാക്യം നമ്മൾ പഠിച്ചു. ക്ലിയർ. ഇനി ഓർക്കാം കുണ്ടറ വിളംബര സമയത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആൻസർ അവിട്ടം തിരുനാള്. ആൻസർ
അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേര് ആൻസർ ആരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ സിംഹാസനത്തിലെ മൂന്നാമത്തെ രാജാവ്. തിരുവിതാംകൂർ സിംഹാസനത്തിലെ മൂന്നാമത്തെ രാജാവ്. അപ്പൊ ആദ്യത്തെ രണ്ടുപേരുടെ പേരെന്താ? ആദ്യം സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹമാണ് തിരുവിതാംകൂർ രാജവംശം സ്ഥാപിക്കുന്നത്. 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശം സ്ഥാപിക്കുന്നു. മാർത്താണ്ഡവർമ്മയായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യ ഭരണാധികാരി 1729 മുതൽ 1758 വരെ. അടുത്ത രണ്ടാമത്തെ ഭരണാധികാരിയുടെ പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ. രണ്ടാമത്തെ ഭരണാധികാരി കാർത്തിക തിരുനാൾ 1758 മുതൽ 1798 വരെ. ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും വയസ്സൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലമൊക്കെ തിരുവിതാംകൂർ ഭരിച്ച ഒരു രാജാവായിരുന്നു കാർത്തിക തിരുനാൾ. അങ്ങനെ കിട്ടിയ പേരുകളാണ് വയസ്സൻ രാജ, കിഴവൻ രാജ എന്ന പേരിലൊക്കെ കാർത്തിക തിരുനാൾ അറിയപ്പെടുന്നു. മൂന്നാമത്തെ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 1798 മുതൽ 1810 വരെ. ക്ലിയർ ആവുമ്പോൾ 3 ഭരണാധികാരികളെ ചോദിച്ചിട്ടുണ്ട്. പേരെടുത്ത് ചോദിക്കാം, കാലഘട്ടം കൂടി ഇതിനെ കൂട്ടത്ത് ഓർക്കാം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശം സ്ഥാപിച്ചത് 1729. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെ. തിരുവിതാംകൂറിലെ രണ്ടാമത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാലഘട്ടം 1758 മുതൽ 1798 വരെ. മൂന്നാമത്തെ ഭരണാധികാരി അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെ. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലൻ, ഏറ്റവും അശക്തൻ രാജാവാര്? ആൻസർ ആര് തന്നെയാ? അവിട്ടം തിരുനാൾ. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലനും അശക്തനുമായ ഭരണാധികാരി ആൻസർ ആര് തന്നെയാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനാര്? ആൻസർ വേലുത്തമ്പി ദളവ. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെടുന്ന പേരാണ് ദിവാൻ അല്ലെങ്കിൽ ദളവ. ക്ലിയർ ആവില്ലേ? അപ്പൊ അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ വേലുത്തമ്പി ദളവ എന്ന് പഠിച്ചു വയ്ക്കാൻ. ക്ലിയർ? അപ്പൊ അവിട്ടം തിരുനാൾ പറഞ്ഞ പോയിന്റ് തിരുവിതാംകൂറിലെ മൂന്നാമത്തെ രാജാവ്, തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലനും അശക്തനുമായ രാജാവ്, അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ വേലുത്തമ്പി ദളവ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവും. അടുത്തോർക്കാം, തിരുവിതാംകൂർ നാട്ടുരാജ്യം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുന്നതും ആരുടെ കാലത്താണ്? അവിട്ടം തിരുനാളിന്റെ കാലത്താണ്. 1805 വർഷം ഏതാണ്? 1805. തിരുവിതാംകൂർ നാട്ടുരാജ്യം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായത് ആരുടെ ഭരണകാലത്താണ്? അവിട്ടം തിരുനാളിന്റെ കാലത്ത് 1805. അവിട്ടം തിരുനാളിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ബാലരാമപുരം പട്ടണം ചോദിച്ചിട്ടുണ്ട്. ബാലരാമപുരം പട്ടണം ഏത് തിരുവിതാംകൂർ രാജാവിനോടുള്ള ബഹുമാനാർത്ഥമാണ് പണി കഴിപ്പിച്ചത്? ആൻസർ എന്താ? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിടെയും തിരിക്കാൻ വേണ്ടി ഓപ്ഷനിലിടാം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് 2 ബാലരാമവർമ്മമാര് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് അവിട്ടം തിരുനാൾ, ഇദ്ദേഹത്തിന്റെ പേരിലാണ് ബാലരാമപുരം പട്ടണം അറിയപ്പെടുന്നത്. എന്നാൽ തിരുവിതാംകൂർ സിംഹാസനത്തിലെ അവസാനത്തെ രാജാവ് ആൻസർ എന്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, ആശയക്കുഴപ്പം വരുത്താതൊന്ന് ഓർമ്മിക്കേണ്ടതാണ്. കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആൻസർ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഇനി ഓർക്കാം, കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനാര്? ആൻസർ ഉമ്മിണി തമ്പിയാണ്. ആൻസർ ആരാണ്? ഉമ്മിണി തമ്പി. വേലുത്തമ്പി ദളവയെ തുടർന്ന് തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയാണ് ആരാ? ഉമ്മിണി തമ്പിയാണ്. ക്ലിയർ? അതായത് ദിവാൻ ആയിരിക്കുമ്പോഴല്ല കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ദിവാൻ പദവി നഷ്ടമായതിനു ശേഷമാണ് കുണ്ടറ വിളംബരം വരുന്നത്. ആ സമയത്ത് ദിവാന്റെ പേര് ഉമ്മിണി തമ്പിയാണ്. ബാലരാമപുരം പട്ടണം, വിഴിഞ്ഞം തുറമുഖം ഏതൊക്കെയാണ്? ബാലരാമപുരം പട്ടണം, വിഴിഞ്ഞം തുറമുഖം എന്നിവ നിർമ്മിച്ച തിരുവിതാംകൂർ ദിവാനാര്? ആൻസർ ഉമ്മിണി തമ്പി. ഒരു 3 പോയിന്റ് ഉമ്മിണി തമ്പിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കാം. കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ, വേലുത്തമ്പി ദളവയെ തുടർന്ന് തിരുവിതാംകൂർ ദിവാനായ വ്യക്തി, ബാലരാമപുരം പട്ടണം, വിഴിഞ്ഞം തുറമുഖം എന്നിവ നിർമ്മിച്ച ദിവാൻ എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ ആരാണ്? ഉമ്മിണി തമ്പി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? ഇനി ഓർക്കാം, കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെ.
കേണൽ മെക്കാളെയാണ്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതോടുകൂടി നിലവിൽ വന്ന ഒരു ബ്രിട്ടീഷ് പദവിയാണ് ബ്രിട്ടീഷ് റെസിഡന്റ്. അപ്പം തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആൻസർ ആര് തന്നെയാ? കേണൽ മെക്കാളെയാണ്. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ ആര്? അത് കേണൽ മൺട്രോയാണ്. തിരിയരുത്. ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതോടുകൂടി നിലവിൽ വന്ന പദവി ബ്രിട്ടീഷ് റെസിഡന്റ്. ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? ആൻസർ കേണൽ മെക്കാളെ. പതിയെ പതിയെ റെസിഡന്റ് എന്നത് ദിവാനിലോട്ട് മാറി റെസിഡന്റ് ദിവാൻ എന്ന പദവിയിലോട്ട് ഉയർന്നു. റെസിഡന്റ് ദിവാൻ എന്നറിയപ്പെടുന്ന വ്യക്തി കേണൽ മൺട്രോ. ആൻസർ എന്താണ്? കേണൽ മൺട്രോയാണ്. എന്നാൽ തിരിയരുത്. മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി വഹിച്ച യൂറോപ്പിനാര്? ആൻസർ M.E. വാട്സ് ആണ്. ആൻസർ M.E. വാട്സ്. 3 പോയിന്റ് തിരിയാതെ ഓർമ്മിക്കേണ്ടത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളെയാണ്. തിരുവിതാംകൂറിലെ റെസിഡന്റ് ദിവാൻ എന്നറിയപ്പെടുന്നത് കേണൽ മൺട്രോയാണ്. ഇത് മുഴുവൻ സമയ ദിവാൻ പദവി വഹിച്ച ആദ്യത്തെ യൂറോപ്യൻ M.E. വാട്സ് എന്ന കാര്യം കൂടി M.E. വാട്സ് എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാൻ ക്ലിയർ. അതുപോലെ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരേ സമയം റെസിഡന്റ് പദവി വഹിച്ച യൂറോപ്യൻ ആൻസർ ആർ തന്നെയാണ്? കേണൽ മെക്കാളെ. തിരുവിതാംകൂറും തൊട്ടടുത്ത രാജ്യമായ കൊച്ചി നാട്ടുരാജ്യത്തും ഒരേ സമയം റെസിഡന്റ് പദവി വഹിച്ച യൂറോപ്യൻ ആൻസർ ആർ തന്നെയാണ്? കേണൽ മെക്കാളെ. തിരുവിതാംകൂറും 1805 ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായപ്പോൾ 1800ഓടുകൂടി കൊച്ചി നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലെ വർഷം ഏതാണ്? 1800 ക്ലിയർ ആവും. ഇത്രയും കാര്യങ്ങൾ കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കാം. മൊത്തം കാര്യം ഞാൻ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാം. ശ്രദ്ധിക്കാം. പഠിക്കേണ്ടത് കുണ്ടറ വിളംബരം ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച ഒരു വിളംബരം കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. കുണ്ടറ വിളംബരം വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബര ദിനം ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വ്യക്തിയുടെ പേര് വേലുത്തമ്പി ദളവ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുണ്ടറ വിളംബരത്തിന് വേദിയായ ജില്ല കൊല്ലം ജില്ല. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ക്ഷേത്രാങ്കണം ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറയിൽ വെച്ച് പുറപ്പെടുവിച്ചത് കൊണ്ടാണ് ഈ വിളംബരം കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുണ്ടറ വിളംബരത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ അരങ്ങേറിയ കലാപം കൊല്ലം യുദ്ധമാണ്. കൊല്ലം യുദ്ധം നടന്ന വർഷം 1809 ജനുവരി 15. കൊല്ലം യുദ്ധം കേരള ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കുണ്ടറ വിളംബരം. എന്നാൽ കൊല്ലംപുഴ കേരള ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15 ആണ്. 1721 ഏപ്രിൽ 15 കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. അടുത്ത് പഠിച്ചത് കുണ്ടറ വിളംബരത്തിന്റെ മുദ്രാവാക്യം നാട് നാട്ടാർ ഭരിക്കും. കുണ്ടറ വിളംബരത്തിന്റെ മുദ്രാവാക്യം നാട് നാട്ടാർ ഭരിക്കും എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ സിംഹാസനത്തിലെ 3ാമത്തെ രാജാവ്. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലനും അശക്തനുമായ രാജാവ്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുമ്പോൾ ഭരണാധികാരി. ബാലരാമപുരം പട്ടണം ഏതു തിരുവിതാംകൂർ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്നു? തുടങ്ങിയവരുടെ എല്ലാത്തിന്റെയും ആൻസർ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ആദ്യത്തെ 3 ഭരണാധികാരികളുടെ കാലഘട്ടം പഠിച്ചു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ നാട്ടുരാജ്യം സ്ഥാപിതമായ വർഷം 1729. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെ. തിരുവിതാംകൂറിലെ 2ാമത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാലഘട്ടം 1758 മുതൽ 1798 വരെ. ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും വയസ്സൻ രാജ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണം നടത്തിയ രാജാവ് ആൻസർ കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. തിരുവിതാംകൂറിലെ 3ാമത്തെ രാജാവിന്റെ പേര് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഭരണകാലഘട്ടം 1798 മുതൽ 1810 വരെ. ക്ലിയർ. അടുത്ത് പഠിച്ചത് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? ആൻസർ ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെടുന്ന പേരാണ് ദിവാൻ അല്ലെങ്കിൽ ദളവ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ബാലരാമപുരം പട്ടണം, വിഴിഞ്ഞം തുറമുഖം എന്നിവ നിർമ്മിച്ച ദിവാൻ ആൻസർ ഉമ്മിണിത്തമ്പിയാണ്. വേലുത്തമ്പി ദളവയെ തുടർന്ന്
തിരുവിതാംകൂർ ദിവാനായ വ്യക്തി? ആൻസർ ഉമ്മിണിത്തമ്പി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്തെ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? ആൻസർ കേണൽ മെക്കാളെ. ആൻസർ കേണൽ മെക്കാളെ. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായതോടുകൂടി നിലവിൽ വന്ന ഒരു ബ്രിട്ടീഷ് പദവിയായിരുന്നു ബ്രിട്ടീഷ് റെസിഡന്റ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ പേര് കേണൽ മെക്കാളെയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരേ സമയം റെസിഡന്റ് പദവി വെച്ച യൂറോപ്യൻ ആര്? ആൻസർ കേണൽ മെക്കാളെ. റെസിഡന്റ് ദിവാൻ എന്നറിയപ്പെടുന്നത് കേണൽ മൺട്രോ ആണെങ്കിൽ മുഴുവൻ സമയ തിരുവിതാംകൂർ ദിവാൻ പദവി വെച്ച യൂറോപ്പിന്റെ പേര് M.E. വാട്സ് ആണ്. ഇവിടെ 2 വർഷങ്ങൾ തിരിയാതെ പഠിക്കേണ്ടത്. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായ വർഷം 1805. എന്നാൽ കൊച്ചി പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായ വർഷം 1800 എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? ഇനി പഠിക്കേണ്ടത് വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ PSCയുമായിട്ട് പ്രീവിയസ് ആണ്. വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വേലുത്തമ്പി ദളവ ജനനവർഷം 1765. വേലുത്തമ്പി ദളവ ജനിച്ചു വർഷമുണ്ട് 1765 മെയ് 6. 1765 മെയ് മാസം 6-ാം തീയതിയാണ് വേലുത്തമ്പി ദളവ ജനിച്ചു. വേലുത്തമ്പി ദളവ ജനന സ്ഥലം കൽക്കുളമാണ്. വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം എവിടെയാണ്? കൽക്കുളമാണ്. കൽക്കുളം കന്യാകുമാരിയാണ്. കൽക്കുളം എവിടെയാണ്? കന്യാകുമാരി ജില്ല. കന്യാകുമാരി ജില്ല തമിഴ്നാടിന്റെ ഭാഗമാണ്. കന്യാകുമാരി ജില്ല തമിഴ്നാട് എന്ന കാര്യം കൂടിയും ഓർമ്മ. വേലുത്തമ്പി ദളവ ജനന വർഷം 1765 മെയ് 6. വേലുത്തമ്പി ദളവ ജനന സ്ഥലം കൽക്കുളം, കന്യാകുമാരി ജില്ല, തമിഴ്നാട്. കൽക്കുളം അറിയപ്പെടുന്ന മറ്റൊരു പേര് പത്മനാഭപുരം. കൽക്കുളത്തിന്റെ മറ്റൊരു പേര് പത്മനാഭപുരം. അവിടെയും ഓർമ്മയിട്ട് വയ്ക്കാം. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ആദ്യകാല ആസ്ഥാനം ആൻസർ തന്നെയാണ് കൽക്കുളം. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ആദ്യകാല ആസ്ഥാനത്തിന്റെ പേര് ആൻസർ തന്നെയാണ് കൽക്കുളം എന്ന കാര്യം ഓർമ്മയിട്ട്. പിൻകാലത്താണ് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളത്ത് നിന്ന് എങ്ങോട്ട് മാറ്റുന്നത്? തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. അത് 1790 വർഷം ഏതാണ്? 1790. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനം കൽക്കുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വർഷം പ്രീവിയസ് ആണ്. വർഷം 1790. മാറ്റിയ രാജാവ് കാലഘട്ടം വെച്ചിട്ട് നമ്മൾ പഠിച്ചു. കാലഘട്ടം ആരായിരിക്കും? കാർത്തിക തിരുനാളാണ്. മാറ്റിയ രാജാവിന്റെ പേരെന്താണ്? കാർത്തിക തിരുനാള്. മാറ്റിയത് 1790. അപ്പം കൽക്കുളം പറഞ്ഞപ്പോ ഒന്നുകൂടി പറയാം. വേലുത്തമ്പി ദളവ ജന്മസ്ഥലത്തിന്റെ പേരാണ് കൽക്കുളം. ജനിച്ച സ്ഥലം കൽക്കുളമാണ്. കൽക്കുളം കന്യാകുമാരി ജില്ലയാണ്. കന്യാകുമാരി ജില്ല തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. കൽക്കുളം അറിയപ്പെടുന്ന മറ്റൊരു പേര് പത്മനാഭപുരം. അറിയപ്പെടുന്ന മറ്റൊരു പേര് പത്മനാഭപുരം എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ആദ്യകാല ആസ്ഥാനം കൽക്കുളമാണ്. എന്നാൽ തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് കാർത്തിക തിരുനാളാണ്. 1790 അവിടെയും ഓർമ്മിക്കേണ്ടത്. മാർത്താണ്ഡവർമ്മ അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം പ്രീവിയസ് ആണ്. ആൻസർ തന്നെയാണ് കൽക്കുളമാണ്. അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം കണക്ടിംഗ് ആയിട്ട് പഠിക്കാം. വ്യാപാര തലസ്ഥാനം മാവേലിക്കര. 2 ഓപ്ഷൻ ഉണ്ടായിരിക്കും, തിരിയരുത്. മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം ആൻസർ ഏതാണ്? മാവേലിക്കര. ഇനി ഓർക്കാം വേലുത്തമ്പി ദളവയുടെ വീട്ടുപേര്. വേലുത്തമ്പി ദളവയുടെ വീട്ടിന്റെ പേര് അല്ലെങ്കിൽ തറവാടിന്റെ പേര് തലക്കുളത്ത് വീട്. വേലുത്തമ്പിയുടെ തറവാടിന്റെ പേര് തലക്കുളത്ത് വീട്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ. അപ്പൊ 4 പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. വേലുത്തമ്പി ദളവ ജനനം 1765 മെയ് 6. വേലുത്തമ്പി ജനന സ്ഥലമാണെങ്കിൽ കൽക്കുളമാണ്. വേലുത്തമ്പിയുടെ തറവാടിന്റെ പേര് തലക്കുളത്ത് വീട്. വേലുത്തമ്പിയുടെ തറവാടിന്റെ പേരാണെങ്കിൽ തലക്കുളത്ത് വീട്. വേലുത്തമ്പിയുടെ മുഴുവൻ അല്ലെങ്കിൽ യഥാർത്ഥ പേര് എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ. വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായി നിയമിക്കപ്പെട്ട വർഷം ഏത്?
1802 വർഷം ഏതാണ്? 1802. നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞു തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെടുന്ന പേരാണ് ഏത്? ദിവാൻ അല്ലെങ്കിൽ തളവ. അപ്പൊ വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാനായി നിയമിക്കപ്പെട്ട വർഷം 1802. വേലുത്തമ്പി തളവ ഏതു തിരുവിതാംകൂർ രാജാവിന്റെ ദിവാനായിരുന്നു? ആൻസർ അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു ആരാ? വേലുത്തമ്പി തളവ. നിയമിക്കപ്പെട്ട വർഷം 1802. തിരുവിതാംകൂർ ദിവാനായി എത്തുന്നതിന് മുമ്പ് വേലുത്തമ്പിയുടെ ഉദ്യോഗം എന്തായിരുന്നു? കൽക്കുളം കാര്യസ്ഥൻ. തിരുവിതാംകൂർ ദിവാൻ പദവി വഹിക്കുന്നതിന് മുമ്പ് വേലുത്തമ്പി തളവ വഹിച്ചിരുന്ന ഉദ്യോഗം കൽക്കുളം കാര്യസ്ഥൻ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഈ കൽക്കുളം കാര്യസ്ഥനായിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാന്റെയും ഉദ്യോഗസ്ഥരുടെയും ദുർഭരണത്തിനെതിരെ വേലുത്തമ്പി തളവ നയിച്ച പ്രക്ഷോഭത്തിന്റെ പേര് എന്ത്? ആൻസർ നാട്ടുകൂട്ടം ഇളക്കം. ആൻസർ നാട്ടുകൂട്ടം ഇളക്കം. നാട്ടുകൂട്ടം ഇളക്കം നടന്ന വർഷം 1799. നാട്ടുകൂട്ടം ഇളക്കം നമ്മൾ പഠിച്ചു. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും ദുർബലനായ രാജാവായിരുന്നു ആരാ? അവിട്ടം തിരുനാൾ. അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു ആരാ? വേലുത്തമ്പി. എന്ന് പറഞ്ഞാൽ അവിട്ടം തിരുനാൾ 1798 മുതൽ തിരുവിതാംകൂർ രാജാവായിരുന്നു. തിരുവിതാംകൂറിൽ ഒരു ദുർബലനായ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ വളരെയധികം അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ടായി. അതിനെതിരെ വേലുത്തമ്പി തളവ നയിച്ച പ്രക്ഷോഭമാണ് ഏതാ? നാട്ടുകൂട്ടം ഇളക്കം. പ്രീവിയസ് ആണ്. ഈ അടുത്ത കാലത്ത് CPO സിവിൽ പോലീസ് ഓഫീസറിനെ ചോദിച്ചു നാട്ടുകൂട്ടം ഇളക്കം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താ? വേലുത്തമ്പി തളവ. നാട്ടുകൂട്ടം ഇളക്കം നടന്ന വർഷം ഏത്? 1799. ഏതു തിരുവിതാംകൂർ ദിവാനെതിരെയാണ് വേലുത്തമ്പി തളവ പ്രക്ഷോഭം നയിച്ചത്? ആൻസർ ജയന്തൻ നമ്പൂതിരി. ആൻസർ ജയന്തൻ നമ്പൂതിരി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട്. അപ്പൊ ഏത് തിരുവിതാംകൂർ ദിവാനെതിരെ പ്രക്ഷോഭം നയിച്ചാണ് വേലുത്തമ്പി ശ്രദ്ധ നേടിയത് അല്ലെങ്കിൽ ശ്രദ്ധേയനായത്? ആൻസർ ജയന്തൻ നമ്പൂതിരി. അതിനുശേഷമാണ് തിരുവിതാംകൂർ ദിവാൻ എന്ന പദവിയിലേക്ക് ആർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നത്? വേലുത്തമ്പിക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നു. വർഷം 1802. ഇനി പഠിക്കേണ്ടത് വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാൻ ആയതിനു ശേഷം തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ. വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാനായിരിക്കുന്ന കാലത്ത് തിരുവിതാംകൂറിൽ ഏർപ്പെടുത്തിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഭരണ പരിഷ്കാരം തിരുവിതാംകൂർ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും നീതിന്യായ സംവിധാനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരുവിതാംകൂറിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വ്യക്തി ആര് തന്നെയാണ്? വേലുത്തമ്പി. ഒന്നാമത്തെ ഭരണപരിഷ്കാരം പഠിച്ചു. അടുത്ത രണ്ടാമത്തെ ഭരണപരിഷ്കാരം കാർഷിക രംഗത്തെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ട് വേമ്പനാട്ട് കായൽക്കരയിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. മൂന്നാമത്തെ ഭരണപരിഷ്കാരം ഭരണകാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊല്ലം ജില്ലയിൽ ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ്. ഹജൂർ കച്ചേരി എന്നാണ് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. അത് മാറുന്ന ഭരണപരിഷ്കാരം തന്നെയാണ്. വേലുത്തമ്പി തളവയുടെ അല്ലെങ്കിൽ വേലുത്തമ്പി തളവ ആൻസർ ആയിട്ട് വരുന്ന 3 ചോദ്യങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. വേലുത്തമ്പിയുടെ ഭരണപരിഷ്കാരങ്ങൾ: ഒന്ന്, നീതിന്യായ സമ്പ്രദായം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തിരുവിതാംകൂറിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. 2, കാർഷിക രംഗത്തെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ട് വേമ്പനാട്ട് കായൽക്കരയിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷി യോഗ്യമാക്കി. 3, ഭരണകാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊല്ലത്ത് ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. അവിടെ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട ഒരു 5 പോയിന്റ് കണക്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരി സ്വാതി തിരുനാൾ. ഹജൂർ കച്ചേരി കൊല്ലത്ത് ആദ്യമായി സ്ഥാപിച്ചത് വേലുത്തമ്പി തളവയെങ്കിൽ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ആരുടെ ഭരണകാലം മുതലാണ്? ആൻസർ പറഞ്ഞേ. സ്വാതി തിരുനാളിന്റെ ഭരണകാലം. നമ്മൾ നിലവിൽ കാണുന്ന പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയാക്കുന്ന സമയത്തെ രാജാവ്? ആൻസർ ആയില്യം തിരുനാൾ. ആൻസർ
ആയില്യം തിരുനാൾ എന്ന കാര്യം ഓർക്കാം. നിലവിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയാക്കുന്ന സമയത്ത് രാജാവ് ആയില്യം തിരുനാൾ തിരുവിതാംകൂർ ഒരു മാതൃകാ രാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി ആരുടെ ഭരണകാലം മുതൽ? ആയില്യം തിരുനാളിന്റെ കാലം മുതലാണ്. ക്ലിയർ. അവിടെ ഒരു 4 പോയിന്റ് കൃത്യമായിട്ട് തിരിയാതെ ഓർമ്മയിട്ട് വെക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണെങ്കിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടമെങ്കിൽ അത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. തിരുവിതാംകൂർ ഒരു ധർമ്മരാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി അത് കാർത്തിക തിരുനാളിന്റെ കാലഘട്ടം മുതലാണ്. എന്നാൽ തിരുവിതാംകൂർ ഒരു മോഡൽ സ്റ്റേറ്റ് മാതൃകാ രാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി അത് ആയില്യം തിരുനാളിന്റെ കാലം മുതലാണ്. സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു 3 ഭരണാധികാരികൾ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടത്. കൊല്ലത്താദ്യമായിട്ട് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. ഹജൂർ കച്ചേരി കൊല്ലത്തുനിന്ന് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സ്വാതിരുന്നാൾ. പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയാകുമ്പോൾ രാജാവ് ആയില്യം തിരുനാൾ. അവിടെ തിരിയുന്നൊരു ചോദ്യമുണ്ട്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതികൾക്ക് തുടക്കമിട്ട ഭരണാധികാരി ആര്? ആൻസർ റാണി ഗൗരി ലക്ഷ്മി ഭായാണ്. ആൻസർ റാണി ഗൗരി ലക്ഷ്മി ഭായാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതികൾക്ക് തുടക്കമിട്ട ഭരണാധികാരിയുടെ പേര് റാണി ഗൗരി ലക്ഷ്മി ഭായാണ്. ഇനി പഠിക്കാം. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയായ വർഷം 1869 ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടർ. ക്ലിയർ ആവില്ല. അപ്പൊ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയായത് 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണെങ്കിൽ വില്യം ബാർട്ടർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. സെക്രട്ടേറിയറ്റ് മന്ദിരം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത തിരുവിതാംകൂർ ദിവാന്റെ പേര് ടി മാധവ റാവു ആണ്. പേരെന്താണ്ട? ടി മാധവ. അല്ലെ ആ സമയത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയാകുന്ന സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. ആൻസർ എന്താ? ടി മാധവ റാവു. വേണമെങ്കിലും പഠിക്കാം. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാൻ ആര്? ആൻസർ പറഞ്ഞേ ടി മാധവ റാവു എന്ന കാര്യം ഓർക്കാം. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയായ വർഷം 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി തിരിയുന്ന ഒരു ചോദ്യമാണ്, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. സെക്രട്ടേറിയറ്റ് വളപ്പിന് ഉള്ളിലായി മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേത്? സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലായി മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേത്? ആൻസർ വേലുത്തമ്പി ദളവയുടെയാണ്. ആൻസർ ആരുടെയാണ്? വേലുത്തമ്പി ദളവ. എന്നാൽ സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തായിട്ട് മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേത്? അതാരുടെയാണ്? ടി മാധവ റാവു. രണ്ടും തിരുവിതാംകൂർ ദിവാൻമാരാണ്. കൊല്ലത്താദ്യമായിട്ട് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. അതുകൊണ്ട് വേലുത്തമ്പി ദളവയുടെ പ്രതിമ എവിടെയുണ്ട്? സെക്രട്ടേറിയറ്റ് വളപ്പിന് ഉള്ളിലായിട്ട് മുൻഭാഗത്തായി ആരുടെ പ്രതിമയുണ്ട്? വേലുത്തമ്പിയുടെ പ്രതിമ ഉണ്ട്. ക്ലിയർ. പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി ദിവാൻ ആരാ പറഞ്ഞേ? ടി മാധവറാവു. അതുകൊണ്ട് തന്നെ ടി മാധവറാവുവിന്റെ പ്രതിമ സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തട സ്റ്റേജ് തിരിഞ്ഞെന്നാണ്. സെക്രട്ടറിനെ നോക്കിക്കൊണ്ടൊരു പ്രതിമ ഉണ്ട്. ആ പ്രതിമയാണ് ആരുടെ പറഞ്ഞേ? ടി മാധവ റാവു എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2ാം ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങൾ ഒരു 3 പോയിന്റ് പഠിച്ചു. നീതിന്യായ സമ്പ്രദായം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടി തിരുവിതാംകൂറിൽ ആദ്യമായി സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. കാർഷിക രംഗത്തെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ട് വേമ്പനാട്ട് കായൽകരയിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷി യോഗ്യമാക്കി. 3. ഭരണകാര്യങ്ങൾ ഏകോപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. ആൻസർ വേലുത്തമ്പി ദളവ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് സ്വാതി തിരുനാളാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയാകുമ്പോൾ രാജാവ് ആയില്യം തിരുനാൾ. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതികൾക്ക് തുടക്കമിട്ടത് റാണി ഗൗരി ലക്ഷ്മി ഭായാണ്. അവിടെ ഒരു 4 ഓൺവേഡ് നമ്മൾ പഠിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടം. തിരുവിതാംകൂർ ഒരു ധർമ്മരാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി അത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലം മുതലാണ്. എന്നാൽ തിരുവിതാംകൂർ ഒരു മാതൃകാ രാജ്യം എന്നറിയപ്പെടാൻ തുടങ്ങി അത് ആയില്യം തിരുനാളിന്റെ കാലം മുതലാണ്. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയുടെ പേര് റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്.
സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയായ വർഷം 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണെങ്കിൽ വില്യം ബാർട്ടർ ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കാൻ മുൻകൈയെടുത്ത തിരുവിതാംകൂർ ദിവാന്റെ പേര് ടി മാധവറാവു. ആയില്യം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവറാവു. സെക്രട്ടേറിയറ്റ് വളപ്പിന് ഉള്ളിലായിട്ട് മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേത്. എന്നാൽ സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തായിട്ട് മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ടി മാധവ റാവുവിന്റെ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വെക്കാൻ. ക്ലിയർ ആവും. വേലുത്തമ്പിയുടെ ഭരണ പരിഷ്കാരങ്ങളും അതോടൊപ്പം പഠിച്ച കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. അടുത്ത് ഓർക്കാം, വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായിരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൽ അരങ്ങേറിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. അതിൽ പ്രധാനമാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. തിരുവിതാംകൂർ പട്ടാള ലഹള ഡയറക്റ്റ് ചോദ്യം, പ്രീവിയസ് ആണ്. വർഷം 1804. തിരുവിതാംകൂർ പട്ടാള ലഹള നടന്ന വർഷം ഏതാണ്? 1804. തിരുവിതാംകൂർ പട്ടാളം അറിയപ്പെടുന്ന പേര് നായർ ബ്രിഗേഡ്. തിരുവിതാംകൂർ പട്ടാളം അറിയപ്പെടുന്ന പേര് നായർ ബ്രിഗേഡ്. തിരുവിതാംകൂറിലെ സേന അറിയപ്പെടുന്നതും പ്രീവിയസ് ആണ്. തിരുവിതാംകൂർ സേന അറിയപ്പെടുന്ന പേര് നായർ ബ്രിഗേഡ്. അത് വേറൊന്നുമില്ല, വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായപ്പോൾ തിരുവിതാംകൂർ പട്ടാളമായ നായർ ബ്രിഗേഡിന്റെ ആനുകൂല്യങ്ങൾ അലവൻസ് ആര് വെട്ടിക്കുറച്ചു? വേലുത്തമ്പി ദളവ വെട്ടിക്കുറച്ചു. ഇതിനെതിരെ തിരുവിതാംകൂറിൽ അരങ്ങേറിയ കലാപമാണ് തിരുവിതാംകൂർ പട്ടാള ലഹള അല്ലെങ്കിൽ തിരുവിതാംകൂർ നായർ പട്ടാള ലഹള എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. വർഷം 1804. 1804. ക്ലിയർ. അടുത്ത് വേലുത്തമ്പിയുടെ കാലത്ത് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവമാണ് ദളവാക്കുളം കൂട്ടക്കൊല. നടന്ന വർഷം 1806. ദളവാക്കുളം കൂട്ടക്കൊല നടന്ന വർഷം 1806. അപ്പം ദളവാക്കുളം കൂട്ടക്കൊല ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദളവാക്കുളം കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? 1806. ക്ലിയർ ആവും. പണ്ടുകാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് ക്ഷേത്രമോ ക്ഷേത്ര പരിസരമൊന്നും ഉപയോഗിക്കാനുള്ള അനുവാദം, അത് ആരാധന സ്വാതന്ത്ര്യമോ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും അയിത്ത ജാതിക്കാർക്ക്, അതായത് പിന്നോക്കം താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ ദേവസ്വത്തിന് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടായിരുന്ന മധ്യ തിരുവിതാംകൂർ മേഖലയിലെ ഒരു ക്ഷേത്രമായിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രമോ ക്ഷേത്ര നിരത്തുകളൊന്നോ താഴ്ന്ന ജാതിക്കാർ ഉപയോഗിക്കാനുള്ള, അതോടെ തന്നെ ഒരു ബോർഡ് സ്ഥാപനമാണ് താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല. ഈ വിവരമൊന്നും അറിയാതെ ഒരു കൂട്ടം താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാക്കൾ ക്ഷേത്രത്തിലേക്ക്, ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിച്ചു. ക്ലിയർ. അതോടുകൂടി ആ കാലത്താണ് ക്ഷേത്രം അശുദ്ധമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ വിവരം എന്ന് പറയുന്നതാണ് അത്രയും ക്ഷേത്രം അശുദ്ധമാക്കിയ ആ കാര്യമെല്ലാം തിരുവിതാംകൂർ എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ എവിടെ അറിയിച്ചു? തിരുവിതാംകൂർ കൊട്ടാരത്തിൽ അറിയിച്ചു. ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി തന്റെ ദിവാനായ വേലുത്തമ്പിയെ ചുമതലപ്പെടുത്തി. നേരെ വൈക്കം ക്ഷേത്രത്തിൽ എത്തിയ വേലുത്തമ്പി ദളവ വൈക്കം ക്ഷേത്രത്തിൽ അതിക്രമിച്ച് പ്രവേശിച്ചു എന്ന പേരിൽ പിടികൂടിയ ആ ഒരു കൂട്ടം അവർണ യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തുകയും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ കുളത്തിൽ കൊണ്ട ഈ മൃതശരീരങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് ചരിത്രത്തിൽ ദളവാക്കുളം കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നു. ദളവാക്കുളം കൂട്ടക്കൊല നേതൃത്വം നൽകിയ വ്യക്തി വേലുത്തമ്പി ദളവ. ദളവാക്കുളം കൂട്ടക്കൊല നടന്ന വർഷം 1806. 1806 എന്ന കാര്യം കൂടി ഓർമ്മയിട്ടേക്കാം. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിയന്ത്രണത്തിൽ ആയതോടുകൂടി പതിയെ പതിയെ തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങി. അപ്പൊ തിരുവിതാംകൂറിലെ ഭരണകാര്യങ്ങളിൽ, അതായത് ഭരണതലത്തിൽ ഏറ്റവും മുകളിൽ രാജാവാണ്. രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ദിവാനായിരുന്നു. എന്നാൽ ദിവാന്റെ അധികാരത്തിന് മേൽ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന പദവി വിനിയോഗിക്കാൻ ബ്രിട്ടീഷുകാർ മുൻകൈയെടുത്തു വന്നു. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? വേലുത്തമ്പി ദളവയ്ക്കെതിരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് തന്നെയാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു പ്രവർത്തിക്കാൻ കാരണമായത്. അവിടെയും പ്രീവിയസ് ചോദ്യമുണ്ട്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ദുർഭരണത്തിന് എതിരെ കലാപമുയർത്തിയ ദിവാൻ ആരാണ്? ആൻസർ ആർ തന്നെയാണ്, വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ച മാത്തൂത്തരകൻ, പേരെന്താണ്? മാത്തൂത്തരകൻ എന്ന വ്യക്തിയെ പിടിച്ചുകെട്ടാൻ വേലുത്തമ്പി ദളവ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിനെ റെസിഡന്റായ കേണൽ മെക്കാളെ റദ്ദു ചെയ്തു. ഇത് തന്നെയാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു പ്രവർത്തിക്കാൻ കാരണമായത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ വേലുത്തമ്പി ദളവയെ സഹായിച്ച വ്യക്തിയുടെ പേര്? ആൻസർ പാലിയത്തച്ഛൻ. ആൻസർ
പാലിയത്തച്ഛൻ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ വേലുത്തമ്പി ദളവയെ സഹായിച്ച വ്യക്തിയുടെ പേര് ആൻസർ പാലിയത്തച്ഛൻ. അവിടെയും പ്രീവിയസ് ഉണ്ട്. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ അറിയപ്പെടുന്ന പേര് പാലിയത്തച്ഛന്മാർ. കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ അറിയപ്പെടുന്ന പേര് പാലിയത്തച്ഛന്മാർ എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു പ്രവർത്തിക്കാനുള്ള കാരണം കൊച്ചിയിലെ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ അമിത നമ്മൾ ആദ്യം ഒരു പ്രീവിയസ് ചോദ്യം പഠിച്ചു. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരേ സമയം റെസിഡന്റ് ആയിരുന്ന യൂറോപ്പിനായിരുന്നു ആരാ? കേണൽ മെക്കാളെ. കൊച്ചിയിലെ ഭരണകാര്യങ്ങളിലും അമിതമായിട്ട് കേണൽ മെക്കാളെ ഇടപെട്ടു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? പാലിയത്തച്ഛന് ഇഷ്ടപ്പെട്ടില്ല. പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞു പ്രവർത്തിക്കാൻ കാരണമായി. ക്ലിയർ ആവും. അങ്ങനെ പാലിയത്തച്ഛന്റെയും വേലുത്തമ്പി ദളവയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. ആ നിലവിലത്തെ ചിന്താഗതി ഇഷ്ടപ്പെടാത്ത ഒരു ജനവിഭാഗമാണ് ഒരു കലാപത്തിനായാലും ഒരു സമരത്തിനായാലും ഒരു വിപ്ലവത്തിനായാലും ഒരു പ്രതിഷേധത്തിനായാലും വരുന്നതെന്നാണ്. ഈ പാലിയത്തച്ഛനായാലും വേലുത്തമ്പിക്കായാലും ബ്രിട്ടീഷുകാരുടെ നടപടിയൊന്നും ഇഷ്ടമായില്ല. ബ്രിട്ടീഷുകാർ തങ്ങളുടെ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളോ ഇടപെടലോ ഒന്നോ ഇരു നേതാക്കൾക്കും ഇഷ്ടമായില്ല. അങ്ങനെ ഇരുവരും ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു. വർഷം 1808 ആണ്. 1808 ഡിസംബർ. പാലിയത്തച്ഛന്റെയും വേലുത്തമ്പിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്ത വർഷം 1808 ഡിസംബർ എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കാൻ. ക്ലിയർ? അപ്പൊ ആരെ വധിക്കാം? കേണൽ മെക്കാളെ വധിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇരുവരുടെയും പദ്ധതി. ക്ലിയർ? അങ്ങനെയാണ് ഇരുവരാണ് കേണൽ മെക്കാളെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1808 ഡിസംബറിൽ കൊച്ചിയിലെ മെക്കാളെ, കൊച്ചിയിലാണ് ആ സമയത്ത് മെക്കാളെ താമസം. കൊച്ചിയിലെ മെക്കാളയുടെ വസതി ആരാക്രമിച്ചു? ഇരുവരും, പാലിയത്തച്ഛനും വേലുത്തമ്പിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു. പക്ഷെ ആരെ വധിക്കാൻ കഴിഞ്ഞില്ല? മെക്കാളെ വധിക്കാൻ കഴിഞ്ഞില്ല. മെക്കാളെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് കലാപം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. തുടർന്ന് സഖ്യത്തിലുണ്ടായിരുന്ന പാലിയത്തച്ഛൻ സന്ധിയിലൂടെ, അതായത് വ്യവസ്ഥകളിലൂടെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങി. ക്ലിയർ? തുടർന്ന് വേലുത്തമ്പി ദളവ ഒറ്റപ്പെടുന്നു. ഈ സമയത്ത് കേണൽ മെക്കാളയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അന്നത്തെ രാജാവായിരുന്ന അവിട്ടം തിരുനാള് ദിവാൻ പദവിയിൽ നിന്ന് വേലുത്തമ്പിയെ പുറത്താക്കി. അങ്ങനെ ദിവാൻ എന്ന ഔദ്യോഗിക പദവി ആർക്ക് നഷ്ടമായി? അധികാരം ആർക്കില്ലാതെയായി? വേലുത്തമ്പിക്ക് ഇല്ലാതെയായി. ഒപ്പം കൂടെ നിന്ന പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങി. ആരൊറ്റപ്പെട്ടു? വേലുത്തമ്പി ദളവ ഒറ്റപ്പെട്ടു. ക്ലിയർ? തുടർന്ന് വേലുത്തമ്പിക്ക് പകരം ദിവാനായി എത്തിയ വ്യക്തിയുടെ പേരാണ് എന്താ? ഉമ്മിണിത്തമ്പി. നമ്മൾ ആദ്യം പഠിച്ചു. വേലുത്തമ്പി ദളവയെ തുടർന്ന് തിരുവിതാംകൂർ ദിവാനായ വ്യക്തിയുടെ പേര് ആൻസർ എന്താണ്? ഉമ്മിണിത്തമ്പി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കുക. മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതായത് ജനങ്ങളുടെ പങ്കാളിത്തം മാത്രമേ ഇനി തനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് സാധാരണക്കാരായ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഇത് ചരിത്രത്തിൽ കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ അനുസരിക്കേണ്ട കാര്യമില്ല, നാട്ടാർ ഭരിക്കും എന്ന മുദ്രാവാക്യം ജനങ്ങളുടെ മുന്നിൽ വേലുത്തമ്പി മുന്നോട്ട് വയ്ക്കുന്നു. ഇത് ചരിത്ര താളുകളിൽ കുണ്ടറ വിളംബരം എന്ന പേരിൽ അറിയപ്പെടുന്നു. കുണ്ടറ വിളംബരത്തെ തുടർന്ന് തിരുവിതാംകൂറിൽ അരങ്ങേറിയ കലാപം കൊല്ലം യുദ്ധമാണ്. ഈ കൊല്ലം യുദ്ധത്തിൽ വേലുത്തമ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേര് കേണൽ ലീഗർ ആണ്. ബ്രിട്ടീഷ് സൈന്യാധിപന്റെ പേര് കേണൽ ലീഗർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കേണൽ ലീഗർ. അപ്പം കൊല്ലം യുദ്ധത്തിൽ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ. അതോടൊപ്പം തന്നെ വേലുത്തമ്പി ദളവയെ പിടിച്ചുകെട്ടാൻ ഉത്തരവിട്ട ദിവാൻ ആരും തന്നെയാണ്? ഉമ്മിണിത്തമ്പി തന്നെയാണ്. വേലുത്തമ്പി ദളവയെ പിടിച്ചുകെട്ടാൻ ആ സമയത്ത് രാജ്യത്തിനെതിരെ കലാപം ഉയർത്തുന്നവരെ കണ്ടുകെട്ടുക അല്ലെങ്കിൽ തുറങ്കലടയ്ക്കുന്ന ഒരു പതിവ് ഉണ്ടാകും. അങ്ങനെ പിടിച്ചുകെട്ടാൻ ദിവാനായ ഉമ്മിണിത്തമ്പി ഉത്തരവിട്ടു. ക്ലിയർ? പിടിച്ചുകെട്ടാൻ ഉത്തരവിട്ടാലെന്നാണ്. എവിടെ വിളിച്ചാലും എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യം പിടികൂടുക തന്നെ ചെയ്യും. ക്ലിയർ? മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി നേരെ കൊല്ലം ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലോട്ട് പലായനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന സ്ഥലത്തെ ക്ഷേത്രം, മണ്ണടി ക്ഷേത്രം പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലെ പോറ്റിയുടെ വീട്ടിൽ
വേലുത്തമ്പി അഭയം തേടി. അപ്പം ചോദിച്ചിട്ടുണ്ട്, വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരിൽ നിന്ന് അഭയം തേടി ഒളിച്ചിരുന്ന സ്ഥലം എവിടെ? മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. പ്രീവിയസ് ആണ്, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷ നേടാൻ ഒളിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. അവിടെയും ഒരു മുൻകാല ചോദ്യമുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് അഭയം തേടി അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പിലാവിന്റെ അവശിഷ്ടങ്ങൾ കാണുന്ന സ്ഥലം, അല്ലെ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന സ്ഥലം എവിടെ ആണെങ്കിൽ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന കാര്യം ഒളിച്ചിലേക്കുമായി രണ്ടും പ്രീവിയസ് ആണ്, രണ്ടും കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. ബ്രിട്ടീഷുകാരിൽ നിന്ന് അഭയം തേടി വേലുത്തമ്പി ദളവ ഒളിച്ചിരുന്നത് മണ്ണടി ക്ഷേത്രത്തിലും, എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് അഭയം തേടി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അമ്മച്ചി പിലാവ് എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട്, നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ. അടുത്ത് ഓർമ്മിക്കേണ്ടത് 1809 മാർച്ച് അവസാനത്തോടു കൂടി, 1809 മാർച്ച് അവസാനത്തോടു കൂടി മണ്ണടി, അതായത് വേലുത്തമ്പി ദളവ ഒളിച്ചിരുന്ന മണ്ണടി ക്ഷേത്രവും ബ്രിട്ടീഷുകാർ കണ്ടെത്തി. അങ്ങനെ 1809 മാർച്ച് മാസം 29 മാർച്ച് മാസം 29 വേലുത്തമ്പി ഒളിച്ചിരുന്ന മണ്ണടി ക്ഷേത്രം ആര് വളഞ്ഞു? ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞു. മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന്, രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് പിടി നൽകാതെ ജീവത്യാഗം ചെയ്യുന്നു. തന്റെ വാൾ ഉപയോഗിച്ച് ചെയ്യുന്നു, സ്വയം വെട്ടിമരിക്കുകയാണ് വേലുത്തമ്പി ദളവ ചെയ്യുന്നു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത വർഷമേത്? 1809 മാർച്ച് 29. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. ക്ലിയറോ? വേലുത്തമ്പിയുടെ മരണത്തെ തുടർന്നൊന്നും ആരുടെ കലി അടങ്ങിയില്ല? കേണൽ മെക്കാളയുടെ വേലുത്തമ്പിയോടുള്ള കലി അടങ്ങിയില്ല. നേരെ വേലുത്തമ്പിയുടെ മൃതശരീരം നേരെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും തിരുവനന്തപുരത്തെ കണ്ണമൂല എന്ന സ്ഥലത്ത് ആ മൃതശരീരത്തെ വീണ്ടും ഒന്നുകൂടെ കെട്ടിത്തൂക്കി. അത് പ്രീവിയസ് ചോദ്യമാണ്. വേലുത്തമ്പിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ച സ്ഥലം എവിടെയാണ്? ആൻസർ കണ്ണമൂല, തിരുവനന്തപുരം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. തുടർന്ന് ചരിത്രത്തിൽ പറയുന്നതാണ്, വേലുത്തമ്പിയുടെ ബന്ധുക്കളെയെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ മാലി ദ്വീപിലോട്ട് നാട് കടത്തി. എങ്ങോട്ട് നാട് കടത്തി? മാലി ദ്വീപ്. ഒന്ന് പഠിച്ചിരിക്കാം. വേലുത്തമ്പിയുടെ ബന്ധുക്കളെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ സ്ഥലം എവിടെയാണ്? ആൻസർ മാലി ദ്വീപാണ്. തുടർന്ന് ആനയെ കൊണ്ട് വേലുത്തമ്പിയുടെ തറവാടെല്ലാം എന്നാണ് ചവിട്ടി നശിപ്പിക്കുന്നു. ബന്ധുക്കളെ മാലിദ്വീപിലോട്ട് നാട് കടത്തി. തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന കുറ്റക്കാരനായി പിടികൂടിയ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ മദ്രാസിലോട്ട് നാട് കടത്തി. എങ്ങോട്ട് നാട് കടത്തി? മദ്രാസിലോട്ട് നാട് കടത്തി. പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് മദ്രാസിലോട്ടാണ്. ഇനി പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വേലുത്തമ്പിയുടെ മരണശേഷം അറിയപ്പെട്ട പ്രധാനപ്പെട്ട കേന്ദ്ര സ്ഥലങ്ങളാണ് നമ്മൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കാം. വേലുത്തമ്പി ദളവ സ്മാരകം എവിടെയാണ്? വേലുത്തമ്പി ദളവ സ്മാരകം മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവ സ്മാരകം മണ്ണടി, പത്തനംതിട്ട എന്ന കാര്യം കൂടിയും ഓർമ്മ. വേലുത്തമ്പി ദളവ സ്മാരകം മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവ മ്യൂസിയം. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്, മണ്ണടി തന്നെയാണ്. അപ്പോൾ മണ്ണടി നമ്മൾ 4 പോയിന്റ് പ്രീവിയസ് ആയിട്ട് കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടത്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരിൽ നിന്ന് അഭയം തേടി ഒളിച്ചിരുന്ന സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട തന്നെയാണ്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട തന്നെയാണ്. വേലുത്തമ്പി ദളവ സ്മാരകം മണ്ണടി തന്നെയാണ്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ മെമ്മോറിയൽ മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ തന്നെയാണ്, മണ്ണടി തന്നെയാണ്. ഇനി പഠിക്കേണ്ടത് വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ്? വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം നേപ്പിയർ മ്യൂസിയം ആണ്. വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം നേപ്പിയർ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരമാണ്. നേപ്പിയർ മ്യൂസിയം എവിടെയുണ്ട്? തിരുവനന്തപുരം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി പഠിക്കേണ്ടത് വേലുത്തമ്പി ദളവയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കോളേജ് ഏതാണ്? VTM-NSS കോളേജ് ധനുവച്ചപുരം. VTM-NSS കോളേജ് ധനുവച്ചപുരം തിരുവനന്തപുരം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി പഠിക്കാം വേലുത്തമ്പി ദളവയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ചത് 2010 മെയ് 6. 2010 മെയ് 6. നമ്മൾ അവസാനത്തെ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. വേലുത്തമ്പി ദളവയെ ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ്
സൈന്യാധിപൻ കേണൽ ലീഗറാണ്. വേലുത്തമ്പി ദളവയെ പിടിച്ചുകെട്ടാൻ ഉത്തരവിട്ട ദിവാന്റെ പേര് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാരിൽ നിന്ന് അഭയം തേടി ഒളിച്ചിരുന്ന സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. എന്നാൽ എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് അഭയം തേടി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സ്ഥലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്ക് പിടി നൽകാതെ സ്വയം ജീവത്യാഗം, സ്വന്തം വാളുപയോഗിച്ച് വെട്ടിമരിക്കുന്നു. വർഷം 1809 മാർച്ച് 29. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. തുടർന്ന് വേലുത്തമ്പിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കി പ്രദർശിപ്പിച്ച സ്ഥലമുണ്ട് കണ്ണമ്മൂല, തിരുവനന്തപുരം. തുടർന്ന് വേലുത്തമ്പിയുടെ ബന്ധുക്കളെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് മാലി ദ്വീപിലോട്ടാണ്. കുറ്റക്കാരനെ പിടികൂടി പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലോട്ട് എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. വേലുത്തമ്പി ദളവ സ്മാരകം മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവ മ്യൂസിയം, വേലുത്തമ്പി ദളവ മ്യൂസിയം ആണെങ്കിൽ മണ്ണടി, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയുടെ വാള് സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ കോളേജ് VTM NSS കോളേജ്, ധനുവച്ചപുരം, തിരുവനന്തപുരത്താണ്. ധനുവച്ചപുരം എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കാം. വേലുത്തമ്പി ദളവയുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പ്രസിദ്ധീകരിച്ച വർഷം 2010 മെയ് 6. ആദ്യകാല ചെറുത്തുനിൽപ്പിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നാണ് ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നയിച്ച പ്രക്ഷോഭവും അതുപോലെ തന്നെ കൊച്ചി കേന്ദ്രമാക്കി പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പും അതുപോലെ തന്നെ മലബാർ കേന്ദ്രീകരിച്ച് കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പും ആദ്യകാലം കേരള ചരിത്രത്തിനുപരി എന്നാണ് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യകാല ചെറുത്തുനിൽപ്പിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ളത്.